ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ആകാംക്ഷയോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദൈവത്തിനായി കാംക്ഷിക്കുന്നവരെ, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവരെ, രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവരെ ദൈവം അതിനുള്ളിലാക്കും. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ ദൈവിക സത്യത്തിന് വേണ്ടി, ദൈവിക രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നെങ്കിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ യഹോവേ, എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ അതിനെക്കുറിച്ചാണ് നമ്മുടെ അഭിവാഞ്ചയെങ്കിൽ, താല്പര്യമെങ്കിൽ, ആകാംക്ഷയെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകാം. കർത്താവിൻ്റെ ആ ഹിതത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമായി തീരും. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ സ്പോൺസർ നമുക്കൊരു എലീറ്റ് സ്പോൺസർ ആണ്. കൂട്ടിക്കിൽ നിന്ന് ജോ ആൻഡ് സംഗീതയാണ്. താങ്ക് യു ബ്രദർ ജോ ആൻഡ് സംഗീത. ഇന്ന് മാതാവ് ലൂസി കുര്യൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ, നല്ല ആരോഗ്യത്തിലും സന്തോഷത്തിലും ദീർഘായുസിലുമായിരിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത കോ സ്പോൺസറാണ് ബാംഗ്ലൂരിൽ നിന്ന് ധന്യയാണ്. താങ്ക് യു. ഇന്ന് മകൾ അവാന്തികയുടെ 15ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ അവാന്തിക. കർത്താവ് ധാരാളമായിട്ട് മോളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവാന്തികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ അതിശക്തമായ ശുശ്രൂഷയുമായിട്ട് എഴുന്നേറ്റ് വരുവാൻ, അനേകരെ ക്രിസ്തുവിൽ നേടുവാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ. അദ്വിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായിട്ട് വളരട്ടെ. അവർക്ക് ദൈവവുമായിട്ട് ആഴത്തിൽ ഒരു ബന്ധമുണ്ടാകാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തൊരു കോ സ്പോൺസർ കൂടെയുണ്ട്. മൂന്നാറിൽ നിന്ന് സിസ്റ്റർ വിജയലക്ഷ്മിയാണ്. താങ്ക് യു സിസ്റ്റർ വിജയലക്ഷ്മി. ഇന്ന് വിജയലക്ഷ്മിയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ്റെ എഞ്ചിനീയറിംഗ് പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 3 മീറ്റിങ്ങുകൾ ഈ വരുന്ന വെള്ളിയാഴ്ച ദുബായിൽ, ശനിയാഴ്ച അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത്, അതുപോലെ തന്നെ ഞായറാഴ്ചയും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മീറ്റിംഗ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. ദയവായി കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. തുടർന്ന് ഫോളോയിങ് ദ വോയിസ് ഓഫ് ഗോഡ്, ദൈവ ശബ്ദത്തെ പിന്തുടരുക എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കുക. ഈ ആഴ്ചയിൽ നാം വീണ്ടും ദൈവശബ്ദം കേൾക്കുന്നതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഹിയറിംഗ് എന്ന് പറയുന്നതും ലിസണിങ് എന്ന് പറയുന്നതും രണ്ടാണ്. ഒന്ന് കേൾക്കുക, മറ്റ് ശ്രദ്ധിക്കുക. ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നെങ്കിൽ അതിന് നടുവിൽ എല്ലായ്പ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദത്തെ ശ്രദ്ധിച്ച് തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് പോകുന്നതിൽ പലരും പരാജയപ്പെടുന്നു. ഹവ്വ ദൈവശബ്ദം, ആദമാണ് ആദ്യം ദൈവശബ്ദം കേട്ടത്. പക്ഷേ അന്ന് എഴുതപ്പെട്ട വചനമില്ല, സ്പോക്കൺ വേർഡേ ഉള്ളൂ. എന്നാൽ പിശാചിൻ്റെ ശബ്ദം കൂടി വന്ന സമയത്ത് പിശാചിൻ്റെ ശബ്ദത്തിൻ്റെ പുറകെ അവൾ പോയി. ദൈവശബ്ദത്തിന് മുൻതൂക്കം കൊടുത്തില്ല, വാല്യൂ ചെയ്തില്ല. അതിൻ്റെ പരിണിത ഫലം മാനവകുലം മുഴുവൻ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം തിരിച്ചറിയാതെയോ, ദൈവശബ്ദം തിരിച്ചറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെയോ, വിലമതിക്കാതെയോ ഇരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ മറ്റു ദിശകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ദൈവഹിതമല്ലാത്ത ദിശകളിലേക്ക് പോയി അതിൻ്റെ അനന്തരഫലം, പരിണിതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചിലരൊക്കെ ദൈവശബ്ദം എന്ന രീതിയിൽ ചിലതൊക്കെ ഉള്ളിൽ ധരിച്ചു വച്ച് അവരുടെ ജീവിതം പാഴാക്കി.
വിവാഹം കഴിക്കാതെയും ആരൊക്കെയോ എന്നൊക്കെയോ വരും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് അവരുടെ ആയുസ് പാഴാക്കിയ ഒത്തിരി പേരുണ്ട്. ഇത് വിവാഹത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പല ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ തെറ്റുകൾ വരാറുണ്ട്. അതിനുള്ളൊരു ട്രെയിനിങ് ആണ് ഈ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേശ്ശെ ഞാൻ അതിലേക്ക് കടക്കുകയാണ്. കർത്താവ് യേശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു, അവർ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതെയും ഇരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാനത് സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടത് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ ദൈവജനം സ്വീകരിക്കാൻ പറ്റത്തില്ല. കല്ലുപോലെയായി, കട്ടിയുള്ളതായി, തഴമ്പിച്ചു പോയി. സംഭവിക്കുന്നത് അൾട്ടിമേറ്റ്ലി അവർക്ക് സൗഖ്യമില്ല, അവർക്ക് വിടുതലില്ല, അവർക്ക് ആശ്വാസമില്ല. ഇന്നലെ ഞാൻ ശമൂവേൽ എന്ന ഒരു ബാലൻ പിൽക്കാലത്ത് വലിയൊരു പ്രവാചകനും ദർശകനുമായി തീർന്നു. രാജാക്കന്മാരെ വഴിക്കുവാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ദീർഘായുസോടെ ഇരുന്ന് ദീർഘമായ ലോഞ്ചവിറ്റിയുള്ളൊരു ശുശ്രൂഷ ചെയ്ത പ്രവാചകനായി തീർന്ന, പുരോഹിതനും പ്രവാചകനും ഒക്കെയായി സേവനമനുഷ്ഠിച്ച ന്യായാധിപനും ഒക്കെ ആയിട്ട് നിന്ന ശമൂവേലിൻ്റെ കാര്യം. അവൻ വളരെ ചെറുതായിരുന്ന സമയത്ത് അമ്മ അവനെ കൊണ്ടുപോയി ദേവാലയത്തിലാക്കുന്നു. അക്കാലത്ത് വചനം വളരെ ദുർലഭമാണ്, ദർശനം ഏറെ ഇല്ല. അപ്പോൾ ദൈവവചനമില്ല, ദർശനമില്ലാത്ത ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ചു. ഒരു ഇരുണ്ട കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിനും രാജാക്കന്മാരുടെ കാലഘട്ടത്തിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡായിരുന്നു. അക്കാലത്ത് സ്വന്തം മക്കൾ, ഏലി പുരോഹിതൻ്റെ മക്കൾ വളരെ ദുഷ്ടന്മാരായി ദേവാലയത്തിനകത്ത് ദുർവൃത്തിയും അരുതാത്തതെല്ലാം ചെയ്തുകൊണ്ട് അശുദ്ധമാക്കി വഴിപിഴച്ച് ജീവിക്കുമ്പോൾ അതിന് നടുവിൽ പെട്ടകത്തിൻ്റെ അരികിൽ ദൈവസാന്നിധ്യത്തിൽ കിടന്നുകൊണ്ട് ഒരു ദൈവപുരുഷൻ, ഒരു പ്രവാചകൻ, ഒരു പുരോഹിതൻ, ഒരു ന്യായാധിപൻ വളരുകയാണ്. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയുന്നു, നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മ, നിങ്ങളായിരിക്കുന്ന സഭ, നിങ്ങളായിരിക്കുന്ന കുടുംബം, സാഹചര്യങ്ങൾ, ക്ലാസ് റൂം, എന്തോ ആയിക്കോട്ടെ, വളരെ മോശമായി ജീവിക്കുന്ന മനുഷ്യരുടെ നടുവിൽ പോലും മുള്ളുകളുടെ ഇടയിൽ താമര വിരിയുന്നത് പോലെ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വമായി അഭിഷേകത്തിൽ, ദൈവകൃപയിൽ, വിശുദ്ധിയിൽ വളർന്ന് കാലഘട്ടം കണ്ടിട്ടില്ലാത്ത, തലമുറകൾ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അഭിക്ഷിക്തനായി, അഭിക്ഷിക്തയായി ദൈവകൃപയിൽ വളരുവാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഇക്കാലത്തുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒത്തിരി പേര് ദൈവകൃപയിലും വിശുദ്ധിയിലും അഭിഷേകത്തിലും വളർന്ന് ഇരുണ്ട ഭൂമിയിൽ, അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജാതികളെയും മൂടുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചവുമായി എഴുന്നേറ്റ് നിന്നൊരു സെർച്ച് ലൈറ്റ് പോലെ, ലൈറ്റ് ഹൗസ് പോലെ അനേകർക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാക്കി അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ അകത്ത് ഭയങ്കരമായൊരു അഭിലാഷം, വാഞ്ച കർത്താവ് തന്നിരിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ വളർന്നു വരാം. ഒരു ദിവസം പെട്ടകത്തിനരികിൽ കിടക്കുമ്പോൾ ശമൂവേൽ ബാലൻ കേൾക്കുകയാണ്, ശമൂവേലേ എന്ന് വിളിക്കുന്നു. പുരോഹിതനാണ് വിളിച്ചെന്ന് വിചാരിച്ച് 3 പ്രാവശ്യം അടുക്കൽ ചെല്ലുന്ന അവൻ പറഞ്ഞു, നോ, ഞാൻ വിളിച്ചിട്ടില്ല, ഇപ്പോൾ കിടന്നുറങ്ങും. 3-ാം പ്രാവശ്യം പറഞ്ഞു, അത് ദൈവമാണ്, ഇനി വിളിച്ചാൽ അടിയനിതാ വരളിച്ചേണ എന്നങ്ങ് പറഞ്ഞേക്ക്. അങ്ങനെ അവൻ പറഞ്ഞു. അന്ന് അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് വ്യക്തിപരമായി അവനൊരു എൻകൗണ്ടർ ഉണ്ടായി. അവൻ ദൈവശബ്ദം കേട്ടു. വലിയൊരു പ്രവാചകനായി, വിശ്വസ്ത പ്രവാചകനായി അവൻ മാറി. കാലഘട്ടത്തെയും തലമുറകളെയും സ്വാധീനിച്ച ഒരു ദൈവപുരുഷനായി, നെഗറ്റീവ് സാഹചര്യത്തിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറായി താൻ വളർന്നു. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾക്കും നെഗറ്റീവ് സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയും. ഇരുളിനെ ശപിക്കുന്നതിനേക്കാൾ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നതല്ലേ നല്ലത്? ഈ ഭൂമിയിലുള്ള സകലത്ത് അതങ്ങനെ, ഇതെങ്ങനെയാ, അവരങ്ങനെ, ഇവരിങ്ങനെയാ, സഭകൾ ഇങ്ങനെയാ, ദേവദാസന്മാരിങ്ങനെയാ, ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ നിങ്ങളെങ്ങനെ എന്നിട്ട് പ്രകാശിക്കുന്നേ? എല്ലാ ദേവദാസന്മാരും കൊള്ളില്ലെന്നല്ലേ പറയാം. എന്നാൽ നിങ്ങളങ്ങ് നല്ലതാകുക.
ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞത്, റെക്കഗ്നൈസിങ് ദ വോയിസ് ഓഫ് ഗോഡ്. ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്ന ശബ്ദങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു മോനെ, രക്ഷപ്പെട്ടു മോളെ. ഉള്ള കൃപ നമുക്കുണ്ടാകട്ടെ. ഇന്ന് ഈ ശമൂവേൽ ബാലൻ ദൈവശബ്ദം തിരിച്ചറിഞ്ഞില്ല ആദ്യം, പക്ഷെ പിന്നീട് തിരിച്ചറിഞ്ഞു. ഇതുപോലെ നമുക്കും അനേക ദൈവശബ്ദം പാഴായിപ്പോയി. അതിനു മുമ്പത്തെ 3 പ്രാവശ്യത്തെ വിളി പോയി. 4ാം പ്രാവശ്യം കേട്ടു, റെസ്പോണ്ട് ചെയ്ത സമയത്ത് ബാക്കി ഇങ്ങനെ വരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ തുടർമാനമായി പിന്നീട് തൻ്റെ ആയുസ് മുഴുവൻ തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. വളരെ ക്ലിയറായി കേട്ടു. സോ നമുക്കിത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ചില വചനഭാഗങ്ങളിലേക്ക് പോവുകയാണ്. യോഹന്നാൻ 10:1 മുതൽ 6 വരെ. മോസ്റ്റ് അഷ്യൂറഡ്ലി ഐ സേ ടു യു, he who does not enter the sheepfold by the door, but climbs up some other way, the same is a thief and a robber. But he who enters by the door is the shepherd of the sheep. To him the doorkeeper opens, and the sheep hear his voice, and he calls his own sheep by name and leads them out. And when he brings out his own sheep, he goes before them, and the sheep follow him, for they know his voice. Yet they will by no means follow a stranger, but will flee from him, for they do not know the voice of strangers. Jesus used this illustration, but they did not understand the things which he spoke to them. മലയാളം കൂടെ ഞാൻ കുറേശ്ശെ വായിക്കും. ആമേൻ, ആമേൻ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. കർത്താവ് അങ്ങനെ തുടങ്ങുന്നത്, ആടുകൾ, ഇടയൻ, ആട്ടിൻകൂട്ടം, തൊഴുത്ത്, മേച്ചൽപ്പുറം തുടങ്ങി കള്ളൻ, കവർച്ചക്കാരൻ, ഇങ്ങനെയുള്ള ഒരു ഇലസ്ട്രേഷൻ പറയുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഫാം, ആടുകളെ വളർത്തുന്ന ഇടയൻ, അങ്ങനെയുള്ളൊരു സെറ്റിങ്ങിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന സരളമായ ഭാഷയിലാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. അപ്പം അന്നത്തെ കാലത്ത് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആട്ടിൻ തൊഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും വെളിം പ്രദേശങ്ങളിൽ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ കുറേയധികം കല്ലുകളൊക്കെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ എടുത്ത് കൂട്ടി ഇടയ്ക്ക് ഒരു പലക പോലെ എന്തെങ്കിലും വെച്ച് അവിടെ കിടന്നാണ് സാധാരണ ഇടയൻ ഉറങ്ങുന്നത്. എന്നാൽ ചിലർ അപ്പം ആ ഫ്രണ്ട് ഡോർ പോലെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തൂടെ ആര് കയറുന്ന അയാൾ ശരിക്കുള്ള ഇടയൻ. എന്നാൽ ആടുകളെ മോഷ്ടിക്കാൻ, കൊല്ലാൻ, അറുക്കാൻ, മുടിക്കാൻ വേണ്ടി ബാക്കിലൂടെ ഇടയൻ ഫ്രണ്ടിൽ കിടന്നുറങ്ങുമ്പോൾ, അവളിൽ കാവൽ നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന് ആടുകളെ മോഷ്ടിക്കാൻ ആരെങ്കിലും വരും, അവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വാതിലൂടെ കിടക്കുന്നവൻ ആടുകളുടെ ഇടയനാകും. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കും. അവിടെ ഒരു പക്ഷേ ഒരു ഗാർഡിനെ പോലെ ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, സഹ ഇടയൻ ആയിട്ടോ തൻ്റെ കീഴിലുള്ള ഒരു ഇടയനായിട്ടോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ശരിക്കുള്ള ഇടയൻ വരുമ്പോൾ ആ വാതിലങ്ങ് തുറന്നു കൊടുക്കും. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തുകൊണ്ടു. ഈ ഇടയൻ തൊഴുത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, 100 ആടുണ്ടെങ്കിൽ 100നും സാധാരണ രീതിയിൽ ഈ ആട്ടിടയൻ തന്നെ ഒരു പേരിടും, ഒരു ഓമനപ്പേര് ഇട്ട് വയ്ക്കും. എന്നിട്ട് ഈ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തുകൊണ്ട് പോകും. ഓരോന്നിനെ വിളിക്കും, ചോട്ടു മോട്ടു ഓരോന്നിനെ വിളിക്കുമ്പോൾ ഇടയൻ്റെ ശബ്ദം അത് തിരിച്ചറിഞ്ഞിട്ട് പിന്നാലെ പോകും. 4-ാം വചനത്തിൽ തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കും. എല്ലാത്തിനും തൊഴുത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം മുമ്പിൽ നടക്കും. ആടുകൾ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഭയങ്കരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആടുകൾ ഇടയൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ
ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഒന്ന്, ഇടയൻ സംസാരിക്കുന്നു. ഇടയൻ പേര് ചൊല്ലി വിളിക്കുന്നു. ഇടയൻ ആടുകളോട് സംസാരിക്കുന്നു. അവൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. പല ഇടയന്മാരുടെ ആടുകൾ പുൽത്തകടിയിലേക്ക് വരുമ്പോൾ അവരൊന്നിച്ച് മിക്സ്ഡായിട്ട് മേയും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വൈകിട്ടാകുമ്പോൾ തിരിച്ച് തൊഴുത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 100 ആടുള്ള ഇടയൻ ഒരുപക്ഷെ 10, 300, 500 ആടുകൾ ഒരുമിച്ച് മിക്സ്ഡായിട്ട് മേയുകയാണെങ്കിൽ ചോട്ടു മോട്ടു എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് ഓടി വരും. 100 എണ്ണവും വരും. അതത് ഇടയന്മാരുടെ അടുക്കലേക്ക് ഓടും. കാരണം ആടുകൾ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലാക്കി അവനെ അനുഗമിക്കും. ദൈവം സംസാരിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? നാം അവൻ്റെ ആടുകളെങ്കിൽ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയാം. ഇത് ദൈവശബ്ദമാണ്, ഇത് മാനുഷിക ശബ്ദമല്ല, ഇത് കള്ളൻ്റെ ശബ്ദമല്ല, ഇത് അപരിചിതൻ്റെ ശബ്ദമല്ല, ഇത് എൻ്റെ ഇടയൻ്റെ ശബ്ദമാണ്, ഇതെൻ്റെ കർത്താവിൻ്റെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? നിരന്തരമായി കേട്ട് 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 നിരന്തരമായി ഇടപഴകുന്ന ആളുകളുടെ ശബ്ദം ഫോണിൽ കേട്ടാലും തിരിച്ചറിയും. ചിലർക്ക് വിളിച്ചിട്ട് ആരാണെന്ന് മനസ്സിലായോ? പണ്ട് ഒരു 20 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 30 വർഷത്തിന് മുമ്പ് ക്ലാസ്സിൽ പഠിച്ച ഒരാളുടെ ശബ്ദം തിരിച്ചറിയണമെന്നില്ല. ഭാര്യയുടെ ശബ്ദം പക്ഷെ കേട്ടാൽ തിരിച്ചറിയില്ലേ? ഭർത്താവിൻ്റെ തിരിച്ചറിയില്ലേ? മക്കളുടെ തിരിച്ചറിയില്ലേ? അപ്പനമ്മമാരുടെ തിരിച്ചറിയില്ലേ? അടുത്തിടപഴകുന്ന വ്യക്തികൾ, സ്റ്റാഫ്, അസിസ്റ്റൻ്റുമാർ, ബോസുമാർ, കൊളീഗ്സ് തുടങ്ങിയവരുടെ പെട്ടെന്ന് തിരിച്ചറിയില്ലേ? ഇത് ഞാനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നേരെ അവർ പറയും. ഇൻട്രൊഡക്ഷൻ ഇല്ല, പരിചയപ്പെടുത്തുന്നില്ല. കാരണം റെഗുലറായി കേട്ടാൽ ആ ഫ്രീക്വൻസി, ആ സൗണ്ടിൻ്റെ പ്രത്യേകതകൾ, ക്വാളിറ്റി, ഇതെല്ലാം നമ്മുടെ അകത്തുണ്ട്. പെട്ടെന്ന് റിലേറ്റ് ചെയ്യും, ഇന്നയാളാണ്. ഇതുപോലെ ദൈവശബ്ദം തിരിച്ചറിയുവാനുള്ള കൃപ നമുക്കുണ്ടാകണം. 5-ാമത്തെ വചനത്തിൽ അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോവും. അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട്, തിരിച്ചറിയാത്തത് കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോവും. ഈ 500 ആടുകൾ മേയുന്ന സ്ഥലത്ത് ഇടയനല്ലാത്തൊരാൾ വന്നിട്ട് ചോട്ടു മോട്ടു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ആടുകൾ പോവില്ല. അങ്ങനെ ഇടയൻ്റെ ശബ്ദം നിരന്തരം കേട്ട് തിരിച്ചറിയും. അതേ പേരുകൾ വേറൊരു ഇടയൻ വിളിച്ചാൽ, വേറൊരു അപരിചിതൻ വിളിച്ചാൽ പോകില്ല. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോവും. മറ്റ് അപരിചിതർ വരുമ്പോൾ തന്നെ ആളുകൾ ഓടാൻ തുടങ്ങും ആ ശബ്ദം കേൾക്കുമ്പോൾ. ഇതാണ് ദൈവജനം മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചപ്പോൾ അവസാനം 6-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ജീസസ് യൂസ്ഡ് ദിസ് ഇലസ്ട്രേഷൻ. ഈ ഒരു ഉദാഹരണം യേശു ഉപയോഗിച്ചെങ്കിലും but they did not understand the things which he spoke to them. അവൻ അവരോട് സംസാരിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താണ്? അവരവൻ്റെ ആടുകളല്ല. പരീശന്മാരും ഇതൊന്നും മനസ്സിലാക്കാത്ത പലരും ഒക്കെ ആയിരിക്കും കേട്ടത്. അവർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഈവൻ ശിഷ്യന്മാരാണെങ്കിൽ ഇപ്പോൾ അത് മനസ്സിലാകുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് അവർ വളർന്നിട്ടില്ല. എനിവേ, നമ്മൾ മനസ്സിലാക്കുന്നത് വി ഹിയർ എ ലോട്ട് ഓഫ് അൺവാണ്ടഡ് സൗണ്ട്സ് ഇൻ ദിസ് വേൾഡ്. ഒത്തിരി ശബ്ദങ്ങൾ ദിവസവും നമ്മൾ കേൾക്കുകയാണ്, എസ്പെഷ്യലി ത്രൂ ദ മീഡിയ, ദ മാസ് മീഡിയ, ദ സോഷ്യൽ മീഡിയ. ഒരു കാലത്ത് ടി വിയും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ദിവസവും ഒത്തിരി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പല പല വോയിസസ് ഇങ്ങനെ ബംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അപരിചിതമായ ശബ്ദം ഇതെല്ലാം കൊട്ടിയടച്ചെങ്കിൽ മാത്രമേ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും. We need to shut ourselves from all the voice of the strangers.
അപരിചിതരുടെ ശബ്ദത്തിന് നമ്മൾ കാതുകൾ കൊട്ടിയടയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് സ്പീക്സ് ടു ഹിസ് ചിൽഡ്രൻ ത്രൂ ഔട്ട് ദ ഡേ. എല്ലാ ദിവസവും ത്രൂ ഔട്ട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ഇയർ ടു ഹിയർ. ഇയറും ഹിയറും തമ്മിൽ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഇയർ, EAR, അതിനു മുമ്പ് ഒരു H വെച്ച് കൊടുത്താൽ ഹിയറായി. അപ്പോൾ ഈ ചെവിയുടെ മുമ്പിൽ ഒരു സാധനം പഠിപ്പിക്കണം, എങ്കിലേ ഹിയർ ചെയ്യാൻ പറ്റൂ. അതേ അധ്യായം ജോൺ 10, യോഹന്നാൻ 10 25 മുതൽ 28 വരെയും കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ പറയുന്നത്, ജീസസ് ആൻസേർഡ്, ഐ ഡിഡ് ടെൽ യു ബട്ട് you do not believe. The works I do in my Father's name testify about me. ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ കേട്ടു, ഒരുപക്ഷെ കുറച്ചൊക്കെ മനസ്സിലാക്കി, പക്ഷെ വിശ്വസിക്കാൻ തയ്യാറായില്ല. The works I do in my Father's name testify about me. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യേശുവിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ, ക്രിയേറ്റീവ് മിറക്കിൾസ്, ഇതെല്ലാം തനിക്ക് സാക്ഷ്യമായിരുന്നു. കേട്ടില്ല? കേട്ടോ? അടുത്തത്, ബട്ട് യു ഡു നോട്ട് ബിലീവ് ബിക്കോസ് യു ആർ നോട്ട് മൈ ഷീപ്പ്. എന്ന് നിങ്ങൾ വിശ്വസിക്കാത്തതിന് കാരണം നിങ്ങൾ എൻ്റെ ആടുകളല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇടയനായി അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്ന കുരുക്ക് ചോദ്യങ്ങളുമായി വരുന്നു. പരീശന്മാരും സാദൂക്യരും അന്നത്തെ പ്രമാണികളൊക്കെ യേശുവിനെ ചോദ്യം കൊണ്ട് കുരുക്കി ചോദ്യം ചെയ്യാൻ, നല്ല ഇൻറ്റൻഷനിലല്ല അവർ വന്നത്. യേശുവിനെ എങ്ങനെ ഒതുക്കുക, കുരുക്കുക, ജനങ്ങളെ എങ്ങനെ ചിതറിക്കുക, തൻ്റെ ആടുകളെ എങ്ങനെ ചിതറിക്കുക, ഇവനെ എങ്ങനെ ഒടുക്കുക, കൊന്നുകളയാം എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ വന്നത്. 27, മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. വാവ്! കർത്താവിൻ്റെ മക്കളാണോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാണോ, കർത്താവിൻ്റെ ആടുകളാണോ, എങ്ങനെ അറിയാം? ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ശബ്ദം കേട്ടാൽ പോരാ, ശബ്ദം കേട്ട് പിന്തുടരുന്ന ഒരനുഭവമുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. കർത്താവിൻ്റെ ഈടേൻ്റെ ആടുകൾ. 28, ഐ ഗിവ് ദം ഇറ്റേണൽ ലൈഫ് ആൻഡ് ദേ ഷാൽ നെവർ പെരിഷ്, നോ വൺ വിൽ സ്നാച്ച് ദം ഔട്ട് ഓഫ് മൈ ഹാൻഡ്. അപ്പം ഇടയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അനുഗമിച്ചാൽ അതിനകത്തിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂമ്പാരവും പ്രൊട്ടക്ഷനും കണ്ടോ? എന്താണ്? ഇടയൻ്റെ ശബ്ദം കേട്ട് പിന്നാലെ പോയാൽ, പിന്നാലെ അനുഗമിച്ചാൽ, കേട്ടോണം, ഐ ഗിവ് ദം ഇറ്റേണൽ ലൈഫ്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഞാൻ അവയ്ക്ക് എന്ത് കൊടുക്കുന്നു? നിത്യജീവൻ കൊടുക്കുന്നു. വാസ്തവത്തിൽ അവിടെ വരേണ്ടത് എവർലാസ്റ്റിംഗ് ലൈഫാണ്, ഇറ്റേണൽ ലൈഫല്ല, എവർലാസ്റ്റിംഗ് ലൈഫ്. ദൈവത്തിന് മാത്രമേ ഇറ്റേണൽ ലൈഫ് ഉള്ളൂ, നമുക്കെല്ലാം ഉള്ളത് എവർലാസ്റ്റിംഗ് ലൈഫ്, ഇവിടെ മുതൽ അങ്ങോട്ടുള്ളത്. എങ്കിലും നോ പ്രോബ്ലം, ട്രാൻസ്ലേഷനിൽ അങ്ങനെയൊക്കെ വന്നുപോയി. ആൻഡ് ദേ ഷാൽ നെവർ പെരിഷ്. അവ ഒരിക്കലും നശിച്ചു പോകില്ല. ഇവിടെ നോക്കി, എൻ്റെ കണ്ണിലേക്ക് നോക്ക്. ദൈവവചനം ദിവസവും സ്വീകരിക്കുന്ന നിങ്ങൾ ദൈവശബ്ദം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ പിന്നാലെയാണ് അനുഗമിക്കുന്നതെങ്കിൽ, എൻ്റെ കണ്ണിലേക്ക് നോക്ക്. നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല. എന്തെല്ലാം ഇവിടെ നടന്നാലും, ഈ ഭൂമിയിൽ എന്തെല്ലാം വന്നാലും, ഭരണകൂടങ്ങൾ മാറിയാലും, COVID-19 കഴിഞ്ഞു, ഇനി വേറെ എന്തെങ്കിലുമാണ് വരുന്നതെങ്കിലും, പകർച്ചവ്യാധികളോ, സമുദ്രത്തിലെ തിരമാലകൾ ഭയങ്കരമായി ഇരച്ച് പൊങ്ങിയാലും, ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കൂടെ ആലിപ്പഴം പോലെ വീണാലും, ഇവിടെ എന്ത് സംഭവിച്ചാലും ശരി, ഈ ഇടയനെ അനുഗമിക്കുന്നവർ നശിച്ചു പോവുകയില്ലെന്നവിടെ പറഞ്ഞിട്ടുണ്ട്. നോ വൺ വിൽ സ്നാച്ച് ദം ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവയെ പിടിച്ചു പറിക്കാൻ സാധിക്കുകയുമില്ല. എനിക്ക് ഭയങ്കരമായി ഉത്തേജനം നൽകുന്ന, ഉറപ്പ് നൽകുന്നൊരു വചനമാണ്. ഒത്തിരി പേർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കും ഈ വചനത്താൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകുകയാണ്. എന്തിൻ്റെ ഉറപ്പ്? ഒരിക്കലും നശിക്കില്ല, നിത്യജീവൻ അവൻ നൽകുന്നു. ആരും യേശുവിൻ്റെ അടുക്കൽ നിന്ന്
പിടിച്ചു പറിച്ചു കൊണ്ടുപോവുകയില്ല. ഇതൊരു ഭയങ്കര സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും ഭദ്രമായ, സുരക്ഷിതമായ സേഫ്റ്റി ലോക്കർ ഉള്ളത് യേശുവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ആ സേഫ്റ്റി ലോക്കറിൻ്റെ അകത്താണ് നിങ്ങൾ. ആർക്കും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ ഇടയൻ കരുത്തുള്ളവനാണ്, ഈ ഇടയൻ കരുതലുള്ളവനാണ്. ഈ ഇടയൻ സകല ആടുകളെയും നോക്കുന്നു, പരിപാലിക്കുന്നു. 100 എണ്ണത്തിൽ ഒരെണ്ണം കാണാതെ പോലെ അതിനെ അന്വേഷിച്ചു പോയി തിരിച്ചു കൊണ്ടുവന്ന് സകലരോടുമൊപ്പം സന്തോഷിക്കുന്ന നല്ല ഇടയനാണ് ഈ ഇടയൻ. അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ കമൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് ഇടുക. എല്ലാവരും അവിടെ ടൈപ്പ് ചെയ്തിടുക, കർത്താവേ, അങ്ങയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതൊന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ലോർഡ്, ഹെൽപ്പ് മീ ടു റെക്കഗ്നൈസ് യുവർ വോയിസ് ആൻഡ് ഫോളോ യു. ടൈപ്പ് ചെയ്തിടുക. എന്നിട്ട് കൈ രണ്ടും ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആടുകൾ നിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. അതുപോലെ കർത്താവ്, ഞങ്ങൾ ഏവരും അങ്ങയുടെ ശബ്ദം തിരിച്ചറിയാൻ, അങ്ങേ അനുഗമിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, ആർക്കും നശിപ്പിച്ചു കളയാൻ കഴിയാത്ത സുരക്ഷിതത്വ ബോധത്തിൽ ജീവിക്കാൻ, ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയാത്ത ഭദ്രമായ കരങ്ങളിലായിരിക്കുവാൻ തുടർന്ന് എന്നെ സഹായിക്കുന്നതിനായി നന്ദി. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ തുടർച്ചയായ തലവേദനയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത് പോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ശ്വാസ തടസ്സമുള്ള, വീസിങ് ഉള്ളവർ സൗഖ്യമാകട്ടെ. തുടർച്ചയായ കോഫ്, ചുമ വിട്ടു മാറട്ടെ. വൈറൽ ഇൻഫെക്ഷൻസ് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുഞ്ഞുങ്ങളുണ്ടാകാതെ വണ്ണം പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. തിരുനാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതിൻ്റെ ലിങ്കുകൾ ദയവായി ഫോർവേഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലോ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളിലോ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കുക. ഒത്തിരി പേർ ഇതിനാൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സീ യു ടുമോറോ. ബൈ.